തലസ്ഥാനത്ത് വീണ്ടും സൈബർ തട്ടിപ്പിന് ശ്രമമെന്നുള്ള വാർത്ത. ഈ മുഖ്യ ആസൂത്രകനെ പിടികൂടിയെന്ന വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരികയാണ്. വട്ടിയൂർക്കാവ് സ്വദേശി രാജേഷിനെയാണ് സൈബർ കെണിയിൽ വീഴ്ത്താൻ ശ്രമിച്ചത്. US കോൺസുലേറ്റ് ജനറലിന്റെ പേരും വ്യാജ നമ്പറും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് ശ്രമം. മെയിൽ വന്നു, നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ ജോബ് ഫോം ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് അയക്കാനായിട്ട്. അങ്ങനെ ഞാനത് ഫില്ല് ചെയ്തു, അയച്ചു കൊടുത്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ കൊടുത്തിരുന്ന ആ ഫോമിൽ കൊടുത്തിരുന്ന അഡ്രസ്സും ഇതെല്ലാം വെബ്സൈറ്റ് അഡ്രസ്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. അതെല്ലാം ജെനുവിനായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഞാനത് ഫോം ഫില്ല് ചെയ്ത് അയച്ചു. എനിക്ക് 2 ദിവസം കോൾ വന്നു. അത് ഒരു കാലിഫോർണിയ നമ്പറിൽ നിന്ന് കോൾ വന്നത്, +1. ഹിസ് നെയിം ഈസ് ഡെനിസ് ഫിലിപ്പ്. പുള്ളിക്കാരൻ HR മാനേജറാണ്. അപ്പോൾ വെബ്സൈറ്റിലും പറയുന്നുണ്ട് ഡെനിസ് ഫിലിപ്പ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ ഗെറ്റ് ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം വീണ്ടും അവരെനിക്ക് മെയിൽ അയച്ചു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ് വൈകുന്നേരം എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. പിന്നെ അതിൽ ഒരു കാര്യം പറയാനുള്ളൂ, വിസ പ്രോസസ്സിംഗ് ഫീസ് നിങ്ങൾ ബെയർ ചെയ്യണം. അപ്പോൾ ഇതിൽ സംശയം ഉണ്ടായിരിക്കാൻ കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നോർമലി വിസ പ്രോസസ്സിങ് അങ്ങനെയല്ല ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ ഈ നമ്പറിൽ നിന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഞാൻ ട്രൂ കോളറിൽ വിളിച്ചു പോകുമ്പോൾ US വിസ കോൺസുലേറ്റ് മുംബൈ മൈക്ക് ഹാങ്കി. പിന്നെ രാവിലെ എന്നെ മൈക്ക് ഹാങ്കി ഇങ്ങോട്ട് വിളിക്കുകയാണ്. അവിടെയാണ് എനിക്ക് സംശയം. വോയിസ് ഞാൻ നോട്ട് ചെയ്ത സമയത്ത് ഈ ഡെനിസ് തന്നെയാണ് മൈക്ക് ഹാങ്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന രീതി കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. 2 ബാങ്ക് അക്കൗണ്ട് തന്നു, ബാങ്ക് ഓഫ് ബറോഡ ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. രണ്ടും ആദ്യം പറഞ്ഞു നിങ്ങൾ പഞ്ചാബ് നാഷണൽ ഇടണ്ട, നിങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഇട്ടാൽ മതി. അപ്പോൾ ഒരിക്കലും US വിസ ഫീസ് നമ്മൾ ഒരിക്കലും ഒരു ഏജൻസിക്ക് 51,000 രൂപ. അഷിൻ ഡിയാഗോ ചേരുന്നു നമുക്കൊപ്പം. അഷിൻ ഡിയാഗോ, സൈബർ തട്ടിപ്പിനുള്ള ശ്രമം രാജേഷ് ഇപ്പോൾ എന്തായാലും അത് ചെറുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പിലേക്ക് രാജേഷിനെ വീഴ്ത്താനുള്ള ശ്രമം അവർ നടത്തിയത്? ആദ്യഘട്ടത്തിലൊന്ന് വീണുപോയോ രാജേഷ്? ഈ സൈബർ തട്ടിപ്പ് വാർത്തകളും ഇപ്പോൾ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലും സൈബർ തട്ടിപ്പ് എങ്ങനെയാണ് എന്നൊരു ചെറിയ ബോധം ഉണ്ട് എന്നുള്ളതാണ് ഈ രാജേഷിൻ്റെ സംഭവം തെളിയിക്കുന്നത്. കാരണം രാജേഷ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി ആക്റ്റീവായി തന്നെ പുറത്തേക്ക് ജോലി നോക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ പലയിടത്തും അപ്ലൈ ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഫോൺ കോൾ വരുന്നത്. അതിൽ ഈ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി, കാലിഫോർണിയയിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി ലഭിച്ചിട്ടുണ്ട്. ആ ജോലി ലഭിച്ചു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ വരും എന്നുള്ള രീതിയിലാണ് ആദ്യം ഒരു ഫോൺ കോൾ വരുന്നത്. ഈ വിളിച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത് ഈ കമ്പനിയുടെ HR ഡെനിസ് എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്തിയത്. അതൊരു ഇന്ത്യൻ നമ്പറുമാണ്. അങ്ങനെ അദ്ദേഹവുമായി ഈ രാജേഷ് ഡെനിസുമായി സംസാരിക്കുന്നു. തുടർന്ന് ഈ ഡെനിസ് US കോൺസുലേറ്റിൻ്റെ ഒരു ഫോം നൽകുന്നു. വിസ പ്രോസസ്സിന് വേണ്ടിയാണ് എന്നുള്ള കാണിച്ച് ഒരു ഫോം അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഫോം അദ്ദേഹം ഫില്ല് ചെയ്ത് അയക്കുമ്പോഴാണ് ഇത്തരത്തിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരുന്നതും. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററിലുള്ളത് ഈ പ്രോസസ്സിംഗ് ഫീ, അതായത് വിസ പ്രോസസ്സിംഗ് ഫീ ആയി 51,000 രൂപ നൽകണം. അത് 2 ദിവസത്തിനകം തന്നെ, അതായത് ഈ ജോലിയിൽ പ്രവേശിച്ച് 2 ദിവസത്തിനകം തിരിച്ച് നൽകും എന്നുള്ള രീതിയിലാണ് ആ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ എഴുതിയിരുന്നത്. അപ്പോൾ തന്നെ ഈ രാജേഷിന് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. കാരണം ഈ US വിസ അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഇങ്ങനെയല്ല. കാരണം അത് 2 മാസം 3 മാസം വരെ നീളുന്ന ഒരു ദീർഘമായ ഒരു പ്രയാസമേറിയ ഒരു പ്രോസസ്സിംഗ് ആണ്. അതിനിടയിലാണ് ഈ 51,000 രൂപയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ വിസ അയച്ചു തരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഡെനിസ് പറയുന്നതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ ഈ കമ്പനിയുടെ ഓഫർ ലെറ്റർ വന്നു. അദ്ദേഹം അത് ഈ ഡെനിസ് പറഞ്ഞതുപോലെ തന്നെ ഈ US കോൺസുലേറ്റ് ജനറലിൻ്റെ ഫോം ഫില്ല് ചെയ്ത് തിരിച്ചയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ ഈ പ്രോസസ്സിംഗ് ഫീ ആയി 51,000 രൂപ അയക്കുന്നതിന് വേണ്ടി 2 ബാങ്ക് അക്കൗണ്ടുകളാണ് ഈ രാജേഷിന് അയച്ചു നൽകുന്നതും. ഇതിനിടെ ഈ US കോൺസുലേറ്റ് ജനറലായിട്ടുള്ള ഈ മൈക്ക് ഹാങ്കി ഈ രാജേഷിനെ തന്നെ നേരിട്ട് വിളിക്കുകയാണ്. അപ്പോൾ തന്നെ രാജേഷിന് ഇത് കൺഫേമായി, ഇത് അദ്ദേഹം സ്ഥിരീകരിച്ചു, ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ തട്ടിപ്പ് രീതി വലിയ രീതിയിൽ അദ്ദേഹം ഇത് ചിത്രീകരിച്ച് അത് പൊളിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പുറത്തേക്ക് ജോലി നോക്കുന്ന ആളുകൾ, അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അവർ കൃത്യമായി ഇതിൽ വീഴും. കാരണം അത്രയും പ്രൊഫഷണൽ രീതിയിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഈ US കോൺസുലേറ്റ് ജനറലിൻ്റെ ഫോണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെയിൽ ID, ആ വെബ്സൈറ്റിലുള്ള ഡീറ്റെയിൽസുകൾ അത് കൃത്യമായി പകർത്തിക്കൊണ്ട് അത് കൃത്യമായി അതേ രീതിയിൽ തന്നെ എത്തുന്ന രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ 51,000 രൂപ ചെറിയ രൂപയെ തോന്നുമെങ്കിലും പല ആളുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്തെടുക്കുമ്പോൾ അത് വലിയ തുകയെ കൺവേർട്ട് ആവും. അങ്ങനെ എത്ര പേരെ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞു, അത് പൊളിച്ചെടുക്കുന്നു. ഇദ്ദേഹത്തിന് പ്രധാനമായും സംശയം തോന്നിയത് ഈ നേരത്തെ HR മാനേജറായി വിളിച്ച ഡെനിസും പിന്നീട് US കോൺസുലേറ്റ് ജനറലായിട്ടുള്ള മൈക്ക് ഹാങ്കിയും
രണ്ടുപേരുടെയും ശബ്ദം ഒരേപോലെയാണ്, രണ്ടുപേരുടെയും ഇംഗ്ലീഷ് ഏതാണ്ട് ഒരേപോലെയാണ്. രണ്ടിടങ്ങളിൽ നിന്ന് ആക്സന്റ് ഒന്ന് മാറ്റിപ്പിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ രാജേഷ് അതിൽ പെട്ടുപോയേനെ. തലസ്ഥാനത്ത് വീണ്ടും നടന്ന സൈബർ തട്ടിപ്പ് ശ്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അഷിൻ ഡിയാഗോ പങ്കുവച്ചത്. തട്ടിപ്പിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ കരുതുന്നത് പോലെ ശുദ്ധമാകണമെന്നില്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ കരുതിയിരുന്നില്ലെങ്കിൽ കയ്യിലുള്ള കാശ് അടിച്ചുകൊണ്ട് പോകും. പിന്നീട് അവരെ പിടികൂടാനൊക്കെ നോക്കിയാലും എല്ലാവരെയും ഒന്ന് പിടികൂടാൻ നമുക്ക് കഴിയുന്നില്ല എന്നതും ഓർക്കേണ്ടിയിരിക്കുന്നു.